ഹലോ മക്കളെ, ഇപ്പോൾ +1 വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ദിവസം എന്ന് പറയുന്നത് മെയ് 16 മുതൽ മെയ് 25 വരെയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കാനായിട്ടുള്ള അപേക്ഷാ ഫോം അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് കുറേ പേര് ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. അതിന് അക്ഷയ സെൻറ്ററിൽ നിന്നാണോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രത്തിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ള തരത്തിൽ കുറേ ഡൗട്ടുകൾ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു അപേക്ഷാ ഫോമിൻ്റെ ആവശ്യമേ ഇല്ല. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈനായിട്ട് തന്നെയായിരിക്കും ഈ അപേക്ഷകൾ ഈ ആപ്ലിക്കേഷൻ ഫുള്ള് നടത്തുന്നുണ്ടായിരിക്കുക. ഓൺലൈനായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിന് ഒരു അപേക്ഷാ ഫോമിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി ഈ അപേക്ഷാ ഫോം നമ്മുടെ അക്ഷയ സെൻറ്ററിൽ നിന്നും അതേപോലെ തന്നെ ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനെറ്റ് കഫേ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു അപേക്ഷാ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അക്ഷയയിലായാലും ജനസേവന കേന്ദ്രത്തിലായാലും ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ടായിരിക്കും +1 വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തരെ ഇരുത്തി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അത് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഫുള്ള് നിങ്ങൾ അതിൽ എഴുതി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ സുഖമായിട്ട് ഈസി ആയിട്ട് തന്നെ അവർക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ അക്ഷയയിൽ നിന്നും ജനസേവന കേന്ദ്രത്തിൽ നിന്നും എല്ലാതും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ചെയ്യണമെന്ന ഒരു ആവശ്യകതയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ പല കുട്ടികൾക്കും ഒരു റിസ്ക് എടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു ചാൻസ് എടുക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം അഥവാ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പോയാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ റിസ്ക് എടുക്കേണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനസേവന കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയയിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് അവർ തന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫുള്ള് കഴിഞ്ഞു എന്നുള്ളത് വിചാരിക്കരുത്. നമ്മളത് കൊടുത്തതിന് ശേഷം അവരത് കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു, അതിൻ്റെ കൺഫർമേഷൻ കിട്ടി. ആ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിലായിട്ട് വാങ്ങണം. ഓക്കെ, അപ്പോൾ അത് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്തായാലും വാങ്ങണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ അവരെന്തെങ്കിലും കാരണവശാൽ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇതേപോലെ നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് നമ്മുടെ +1 അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അത് മിസ് എന്ത് ചെയ്തുതരാം, അത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് മിസ് പറഞ്ഞുതരാം.